മലമുഴക്കി വേഴാമ്പൽ. മലമുഴക്കി വേളാമ്പൽ ആരാണ്? വേർഡാണ്. അതൊരു പക്ഷിയുടെ പേരാണ്. അറിയത്ത് പോലെ ഇല്ല. ഒന്നാമത്തെ ഓപ്ഷൻ ആയിരിക്കും. ഏത്? വേലായുധൻ. സോറി, എന്താ മലമുഴക്കി വേഴാമ്പൽ. എന്റെ പോരാ തന്നെ എന്റെ ഇൻസ്റ്റാഗ്രാമിലാണ് എനിക്ക് ഫീമെയിൽസിനേക്കാൾ കൂടുതൽ മെയിൽസ് ആണ് എന്റെ ഓഡിയൻസ്. എന്താണ് കല്യാണത്തെ പറ്റിയിട്ടൊക്കെ ഒരു അഭിപ്രായം? എനിക്ക് നാണം വരും കല്യാണം. അല്ലേ, എന്താണ് നമുക്ക് നാടിച്ചിരിക്കാം, നമുക്ക് പറയണ്ടോ? അല്ല, എന്നാലും പറ ജിസിൽ. ഇങ്ങനെ 6 feet tall ബിൽഡ് അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ടായിരുന്നു ആദ്യം, ക്യാമറ ഓൺ അല്ലെങ്കിൽ ഞാൻ ഒരു കൗണ്ടർ അടിച്ചു. ക്യാമറ ഓണാണ്. ഇത്രയേറെ മലയാളികളെ സ്നേഹിക്കുന്ന മലയാളിയായിട്ടുള്ള ജിസൈലിന് വേണ്ടിയിട്ട് ഒരു മല്ലു റൗണ്ട് ഞാൻ കൊണ്ടുവരാം. സോ കേരളത്തിനെ പറ്റിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് ഞാൻ ചോദിക്കുന്നത്. അതിനകത്തുള്ള ഓപ്ഷൻസ് ഞാൻ തരാം. അപ്പോൾ അതിനകത്ത് നിന്ന് ഓപ്ഷൻ ചൂസ് ചെയ്യുക. അപ്പം ഇനി അറിയത്തില്ല, ഗസ് ആണ് ചെയ്തതെങ്കിൽ യു ഷുഡ് ടെൽ മീ വൈ ഡിഡ് യു ഗസ് ദാറ്റ് ആൻസർ എന്നുള്ളത്. ഓക്കെ, സോ ആദ്യത്തത് നമ്മുടെ സ്റ്റേറ്റിലെ ബേർഡ്, ദേശീയമല്ലോ, സംസ്ഥാന പക്ഷി. ഓക്കെ, ഓപ്ഷൻസ് ഉണ്ട്: കാക്ക, കൊക്ക്, മലമുഴക്കി വേഴാമ്പൽ. മലമുഴക്കി വേളാമ്പൽ ആരാണ്? വേർഡാണ്. അതൊരു പക്ഷിയുടെ പേരാണ്. അറിയത്ത് പോലെ ഇല്ല. മലമുഴക്കി വേഴാമ്പൽ. ഗസ് ചെയ്യാം. ഒരു പക്ഷിയാണോ ഇത്? മലമുഴക്കി. അപ്പൊ ഇത് തന്നെ. കാക്കക്കൊക്കല്ല. കാക്കക്കൊക്കല്ല. അല്ല, അതെനിക്കറിയാം. കാക്ക ആകത്തില്ല. കൊക്ക് എന്താണ്? കൊക്ക് നമ്മളുടെ ഇതാണ്, കോഴിയാണ്. കോഴിയല്ല, എന്താ പറയുന്നത്? സ്ട്രോക്കാ? സ്പാരോ? നോ നോ നോ, സ്പാരോ അല്ല. മറ്റേ ടോൾ ആയിട്ടുള്ള വൈറ്റ് കളർ മീൻ തിന്നണ മീൻ. ഇല്ല, ഇത് ഗൂഗിൾ നോക്കി നമ്മൾ കണ്ടുപിടിച്ചു. ഇത് മൂന്നാമത്തെ ഓപ്ഷൻ ആയിരിക്കും. ഏത്? വേലായുധൻ. സോറി, എന്താ? മലമുഴക്കി വേഴാമ്പൽ. മലമുഴക്കി വേഴാമ്പൽ. ഒരു മിനിറ്റ്, ഞാൻ ജിസേലിന് ഇപ്പം അതിന്റെ ഇംഗ്ലീഷ് പറഞ്ഞുതരാം. എനിക്കത് പറഞ്ഞു തരാനൊരു സമാധാനം ഇല്ല. ക്രെയിൻ. ഞാൻ ആ കറക്റ്റ് പറഞ്ഞു. ക്രെയിൻ. ക്രെയിൻ മനസ്സിലായി എനിക്ക്. മീൻ തിന്നണ പക്ഷിയാണ്. ആ, കറക്റ്റ്. ഇങ്ങനെയാണ്. ആ, ഓക്കെ. നമ്മുടെ സംസ്ഥാന പക്ഷിയുടെ പേര് വേലായുധനല്ല, മലമുഴക്കി വേഴാമ്പൽ. മലമുഴക്കി വേല. ഞാൻ പറഞ്ഞില്ല, തേർഡ് ഓപ്ഷൻ അല്ല. അതാണ് കറക്റ്റ് ആൻസർ. മതി. പക്ഷെ എനിക്ക് അറിയത്ത് പോലെ ഇല്ലാതെ എങ്ങനത്തെ പക്ഷിയാണ്. ഞാൻ പറഞ്ഞുതരാം. മലമുഴക്കി വേഴാമ്പൽ. ഇത് എന്താ ചെയ്യും? മലയിൽ പോയി മുഴുക്കുവോ? അയ്യോ, അത് അങ്ങനെ എനിക്ക് അറിയത്തില്ല. എന്താ ആ പക്ഷിയുടെ പേരെന്താ? മലമുഴുക്കി എന്താണ്? എന്തായിരിക്കും മലമുഴക്കി? എന്താ അങ്ങനെ? ഈ മീനിങ് എന്താണ്? മലമുഴുക്കി മലപ്പുറത്തിൽ പോകും. ഞാൻ എന്തിനാ ചോദിച്ചതില്ലേ? എനിക്കറിയില്ല ഗൈസ്, നിങ്ങൾ പറയൂ. എന്തുകൊണ്ടാണ് മലമുഴക്കി വേഴാമ്പലിന് മലമുഴക്കി വേഴാമ്പൽ? വേഴാമ്പലിന് എന്താ മീനിങ്? വേഴാമ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ജിസേൽ ശരിക്കും ചെയ്തല്ലോ. അതെ, വേഴാമ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷിയാണ്. അതായത് നമ്മളിങ്ങനെ പറയത്തില്ലേ, ഞാൻ ഇങ്ങനെ പറയും, അതായത് ഇഫ് യു ആർ വെയിറ്റിംഗ് ഫോർ ലവ്, ഇങ്ങനെ പ്രേമമൊന്നും ഇല്ല കുറെ നാളായിട്ടാണെങ്കിൽ പറയും, ഞാൻ സ്നേഹത്തിന് വേണ്ടി മഴ കാത്തിരിക്കുന്ന ഒരു വേഴാമ്പലിനെ പോലെയാണ് ഞാൻ എന്ന് പറയും. എനിക്ക് മനസ്സിലായി. കേട്ടിട്ടില്ലേ? ആ പക്ഷിയാണ്. ഇനി അടുത്തത് നമ്മുടെ സംസ്ഥാന മൃഗം, അനിമൽ. ഓക്കെ, ഇനി ഞാൻ ഓപ്ഷൻ തരാം. ഓക്കെ, കടുവ, ആന, കാട്ടുപോത്ത്. ആന. കറക്റ്റ്. അങ്ങനെ അറിയാം? അതറിയാം. അറിയാം, വെരി ഗുഡ്. 3 ഫേമസ് ഫെസ്റ്റിവൽസ് ഓഫ് കേരള പറയ് കേക്കട്ടെ. ഓണം, വിഷു, പുലിക്കളി. അല്ല, ഇത് അത് ഫെസ്റ്റിവൽ. അതൊരു ആണല്ലേ, ഫെസ്റ്റിവൽ ആയിട്ട് കൂട്ടാം. വെരി ഗുഡ് ജിസേൽ, സൂപ്പർ. അടുത്തത് നമ്മുടെ കേരളത്തിന്റെ തനതായിട്ടുള്ള നൃത്തരൂപം ഏതാണ്? അത് പറഞ്ഞാൽ എനിക്ക് ഞാൻ ഓർത്ത് കഥകളി അല്ലെങ്കിൽ തിരുവാതിര ആയിരിക്കും. കറക്റ്റ്, കഥകളി. അടിപൊളി. മോഹിനിയാട്ടം ഒന്നും അല്ല അല്ലേ, കഥകളിയാണ്. Because Kathakali is very famous around the world. Yeah, it is. It's so unique. Yeah. ഈ വേൾഡിൽ ഇങ്ങനെ ഇല്ല. നമ്മൾ മലയാളികളല്ലേ. വെരി ലൈക് പ്രൈഡ്ഫുൾ തിങ്. സംസ്ഥാന വൃക്ഷം. വൃക്ഷം എന്തായിരിക്കും? ഓപ്ഷൻ വൃക്ഷം എന്ന് പറഞ്ഞാൽ വൃക്ഷം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒന്ന് ആദ്യം ഒന്ന് ഗസ് ചെയ്യൂ. വൃക്ഷം അറിയാം എനിക്ക്. ട്രീ.
എന്റെ മലയാളം എത്ര നല്ല മലയാളം നിങ്ങൾ ഓർക്കണേ എനിക്ക് അറിയത്തില്ല. അതെ അതെ, വൃക്ഷം is tree. കോക്കനട്ട് ട്രീ ആണ്. Coconut. ആ correct ആണ്. Oh, you are very good. എനിക്കറിയാം കേട്ടോ. അവര് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ എന്നാലും കോക്കനട്ടിന് എന്തോ ഒരു ഇത്, വെളിച്ചെണ്ണ തേങ്ങ എന്തോ ഒരു ഇത് ബിഗ് ബോസ് ഹൗസിൽ ജിസയിൽ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നല്ലോ. വെളിച്ചെണ്ണ മുഖത്ത് തേച്ച് മേക്കപ്പ് റിമൂവ് ചെയ്യും. നല്ലതാണ്, സ്കിന്നിന് വേണ്ടി നല്ലതാണ്. ഐ റിമെമ്പർ ദാറ്റ്. പെട്ടെന്നൊരു വെളിച്ചെണ്ണ ഇട്ട് ബോഡിയിലും ഉണ്ടെങ്കിൽ നല്ല സ്കിന്നിന് വേണ്ടി ഇറ്റ്സ് നാച്ചുറൽ മോയ്സ്ചറൈസർ. വെരി നൈസ്. അപ്പൊ നമ്മുടെ വേലായുധം കുട്ടി ഒഴികെ എല്ലാ ജിസയിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് മലമുഴക്കി വേഴാമ്പൽ. വേഴാമ്പൽ. കറക്റ്റ്. ഒരെണ്ണം അത് പുതിയ വേർഡ് പഠിച്ചു. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് ജിസയിൽ ഗസ് ചെയ്തേ. അത് ഗസ് ചെയ്തു. ബിക്കോസ് 2 ഓപ്ഷൻസ് വെറും അതായിരുന്നു. അതൊക്കെ പറ്റത്തില്ല. അതൊക്കെ വെറുതെ അല്ലേ. യെസ്. അപ്പം സൂപ്പർ. എല്ലാരും ഒന്ന് കഴിച്ച് പാസ്സാക്കൂ. ജിസയിൽ നന്നായിട്ട് എല്ലാത്തിനും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പം വിത്ത് ദാറ്റ് ഏകദേശം നമ്മൾ നമ്മുടെ ഇന്റർവ്യൂ വൈൻഡ് അപ്പ് ചെയ്യാറായി ജിസയിൽ. ഇറ്റ് വാസ് ആക്ച്വലി വെരി മച്ച് ഫൺ അല്ലേ. എനിക്ക് അതേ രസമായിരുന്നു. എനിക്ക് ആ ഒരു കണക്ഷൻ കിട്ടി. Even I felt that like I'm talking to my friend. അപ്പം ഭയങ്കര രസമുണ്ടായിരുന്നു ജിസേൽ എന്നൊരു വ്യക്തിയെ. ഇത് എല്ലാ മലയാളീസിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള പോലെ നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറയട്ടോ. ജിസേൽ എന്നുള്ള ഒരു വ്യക്തിയെ പരിചയപ്പെടാനും ഇങ്ങനെ ഡ്രസ്സ് ചെയ്താലും ഉള്ളിൽ നന്മയുണ്ടാകും, നല്ലൊരു ഹോം മേക്കറായിരിക്കും, നമുക്കിങ്ങനെ വേഷം ഇട്ടിട്ട് നടക്കാൻ മാത്രമല്ല വേറെ ഒരുപാട് കാര്യങ്ങളിൽ വി ആർ ഗുഡ് അറ്റ് ഹാർട്ട് എന്നൊക്കെ മലയാളികൾക്ക് മുമ്പിൽ ഇങ്ങനെ തുറന്ന് കാണിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ഒരു മോഡേൺ കൾച്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിലും ഉള്ളിൽ എവിടെയോ നമ്മളുടെ ഒരു കൾച്ചർ ഹോൾഡ് ചെയ്യുന്ന ഒരു പേഴ്സൺ എന്നുള്ള രീതിയിൽ ഞാനൊരു ഹ്യൂജ് താങ്ക്സ് പറയുകയാണ്. ഫാഷൻ നമുക്ക് ചെയ്യാം, കൾച്ചറും, പക്ഷെ നമ്മളുടെ ഹാർട്ട് ഒരു വാല്യൂസ് അത് സെയിം തന്നെ ഇരിക്കും. നമ്മൾ എവിടെ പോയാലും നമ്മളുടെ വാല്യൂസ് നമ്മൾ കൊണ്ടുപോകും, നമ്മളുടെ കൾച്ചർ നമ്മൾ കൊണ്ടുപോകും. അങ്ങനെയാണ്. ജിസേൽ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഗേൾസിന് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം ചോദിച്ചു. ഇനി എൻ്റെ മെൻ ഓഡിയൻസിന് വേണ്ടിയിട്ടും കൂടി എനിക്ക് ചോദിക്കണം. എനിക്ക് എൻ്റെ പോരാ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലാണ് എനിക്ക് ഫീമെയിൽസിനേക്കാൾ കൂടുതൽ മെയിൽസാണ് എൻ്റെ ഓഡിയൻസ്. അപ്പോൾ നിങ്ങളെ ഞാൻ മറക്കുന്നില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കാം. എന്താണ് കല്യാണത്തെ പറ്റിയിട്ടൊക്കെ ഒരു അഭിപ്രായം? കല്യാണത്തെ അഭിപ്രായം ഐ തിങ്ക് പൊതുവെ കല്യാണം നല്ലതെന്നല്ല, ജിസേലിന്റെ കല്യാണത്തെ പറ്റി എന്നെ പറ്റിയാണ്. ആൾക്കാർ കല്യാണം കഴിക്കിട്ട് എന്ത് വേണം ചെയ്യട്ടെ, അതിനിപ്പോ എന്താ ഞാൻ ജിസേലിന്റെ കല്യാണം ചോദിച്ചത്. എനിക്ക് നാണം വരും. എനിക്ക് നാണം വരും കല്യാണം അല്ലേ. എന്താണ് നമുക്ക് നാടിച്ചിരിക്കാം, നമുക്ക് പറയണ്ടോ? അല്ല എന്നാലും പറ ജിസേൽ. എന്നാ പറയാനാണ്, ഉണ്ടാവുമ്പോ ഉണ്ടാവും. എന്താ എങ്ങനത്തെ ആളെയാണ് ജിസേലിന് ഇഷ്ടം? ഓക്കെ, സോ I like a provider. Like ഒരു ആൽഫ മെയിൽ ആകണം, who can protect you. പ്രൊവൈഡ് എന്ന് വെച്ചാൽ അതല്ല അയാൾക്ക് പ്രൊവൈഡ് ചെയ്ത്, ഐ വിൽ പ്രൊവൈഡ് ഓൾസോ, ബട്ട് ഒരു മെന്റാലിറ്റി അങ്ങനെ വേണം എന്ന് വെച്ചാൽ ഹി ക്യാൻ ഓൾസോ 50-50 ആകണം. someone who's ready to work hard, someone who's caring, protective. because ഞാൻ പറഞ്ഞ I never had a man in my life where like dad and brother ഇല്ലായിരുന്നു. so if I get married I want the person to be protective about me. അതൊരു പ്രൊട്ടക്റ്റീവ് അത് വേണം. so that നമ്മളെല്ലാവരും സ്ട്രോങ് ആയിട്ടാണ് നടക്കുന്നത്. ബിക്കോസ് വി ക്യാൻ ടേക്ക് കെയർ ഓഫ് അവർ സെൽഫ്. നമുക്ക് എല്ലാം നോക്കാം, എല്ലാം ശരിയാക്കാം. പക്ഷെ ഒരു യു നീഡ് സംബഡി ഹൂ വിൽ മേക്ക് യു ഫീൽ ലൈക്ക് ഓക്കെ ഐ ക്യാൻ പ്രൊട്ടക്ട് യു. സോ യു ബിക്കം ലിറ്റിൽ സോഫ്റ്റ്. ദാറ്റ്സ് വെരി ട്രൂ. ആൻഡ് അത് നമുക്ക് ഡെഫിനറ്റ്ലി വി ക്യാൻ ഓൺലി ഡു വിത്ത് യുവർ ഹസ്ബൻഡ്. വെരി ട്രൂ. നമ്മൾക്കൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ നമുക്കറിയാം, നമ്മളെ നോക്കാൻ നമുക്കറിയാം, എങ്കിലും ഷോൾഡർ ടു ലീൻ ഓൺ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ് അല്ലേ. ഇങ്ങനെ 6 feet tall ബിൽഡ് അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെ ഉണ്ടായിരുന്നു ആദ്യം, ഇപ്പം ഇല്ല. ആദ്യം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഐ യൂസ്ഡ് ടു റിയലി ലൈക്ക് ടോൾ, ബിക്കോസ് ഞാൻ ടോൾ ആണ്. അപ്പൊ പിന്നെ ഇഫ് എ മാൻ ഇസ് ടോൾ യു ഫീൽ പ്രൊട്ടക്റ്റഡ്, റൈറ്റ്? ബിക്കോസ് he's taller than you, so you feel protected. that അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ ഒന്നും ഇല്ലെന്നാണ്. ക്യാമറ ഓൺ അല്ലെങ്കിൽ ഞാൻ ഒരു കൗണ്ടർ അടിച്ചേ. I know. so I had a very strong type. ആദ്യം കുറെ സ്ട്രോങ് ടൈപ്പ് ആയിരുന്നു. ഇതാണെങ്കിൽ ഇത് തന്നെ ഇഷ്ടമാണ്. പക്ഷെ ഇപ്പൊ ഞാൻ ഓർക്കണ നല്ല മനുഷ്യൻ വേണം. അതെ അതെ അതെ, സത്യം. ഇനി
എന്താണേലും കുഴപ്പമില്ല, നല്ല ആളെ നല്ല ആള് വേണം പ്ലീസ്. അതെ. ആദ്യം എനിക്കും ക്യാമറ വേണം. അപ്പൊ ഇപ്പം സത്യം പറഞ്ഞ നല്ല മനുഷ്യൻ മതി. ഒരു കെയറിങ് അല്ലെങ്കിൽ റെസ്പെക്ട് ചെയ്യണം. യു ഷുഡ് റെസ്പെക്ട് വാട്ട് യു തിങ്ക് ആൻഡ് ഹൗ യു തിങ്ക്. അതൊക്കെ മതി. വേറെ ഒന്നും മാറ്റർ. ലിസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ വേണം, ലൈക്ക് ഹി ഷുഡ് ബി ലൈക്ക്. ഇപ്പം ഞാൻ ഓർക്കുമ്പോ എനിക്ക് നാണം വരും. ബിക്കോസ് ചില ഫ്രണ്ട്സ്, എന്നെ അറിയണ ഫ്രണ്ട്സ് ഇല്ലേ, ഹു നോസ് മീ സിൻസ് 10 years, ലൈക്ക് യു ലൈക്ക് ദോസ് ബാഡ് ബോയ് ടൈപ്സ്, യുനോ. നമുക്കറിയാം ആദ്യം എൻ്റെ അതായിരുന്നു. പക്ഷേ ദാറ്റ് ഈസ് റോങ്. ഗേൾസ് don't think they are right, because these bad boys will turn out more bad. അല്ലേ? അപ്പോൾ ഇപ്പം ഒരു നല്ല മനുഷ്യൻ മതി. ഹാർട്ട് ഷുഡ് ബി നൈസ്, അണ്ടർസ്റ്റാൻഡിങ് ആകണം. He should be protective and respectful towards you. And yeah, these are the basic types, you know. Yeah, I know. Height കൂടി കണ്ടാൽ നല്ലതാണ്. എനിക്ക് എൻ്റെ ഹീൽസ് ഇടാം. Because if a guy is short, then you hesitate to wear heels, and I'm already tall. So I like a guy who's tall. മീഡിയയിലായിക്കോട്ടെ ബിസിനസ്സിലായിക്കോട്ടെ ഒരുപാട് സക്സസ് വരട്ടെ എന്ന് സ്ട്രേറ്റ് ഫ്രം മൈ ഹാർട്ട് പറയാണ്. ഓൾ ലവ് ഫ്രം മലയാളീസ്. താങ്ക് യു സോ മച്ച് ജിസേൽ.